നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ നാളെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. തീ പറക്കുന്നൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വാങ്കഡയാണ്, റണ്ണൊഴുകുന്ന ഗ്രൗണ്ടാണ്, ചെറിയ ഗ്രൗണ്ടാണ്. ആ പിച്ചിൽ ആര് പൊളിച്ചെടുക്കും? രണ്ട് ടീമിലും കിടിലൻ ബാറ്റർമാരുണ്ട്, പവർ ഹൗസുകളാണ്, ഹിറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് രണ്ട് ടീമിൻ്റെയും ബാറ്റിംഗ് പവർ നോക്കാം. നമുക്ക് ഇത് നമ്മൾ പറയുന്ന സ്ട്രൈക്ക് റേറ്റാണ് നമ്മൾ വെക്കുന്നത്. അതാണല്ലോ എക്സ്പ്ലോസീവ്നെസ് ആണല്ലോ നോക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 2024 ICC T20 വേൾഡ് കപ്പിന് ശേഷം ഇങ്ങോട്ടുള്ള കണക്കാണ്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു സാംസണിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 161.9. മറുഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ ഫിൽ സാൾട്ടിൻ്റെതോ 166.7. കട്ടക്ക് കട്ട, ഒപ്പത്തിനൊപ്പം എന്ന് പറയാം. സഞ്ജുവിൻ്റെ സഹ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് 189.4. മറുഭാഗത്ത് ജോസ് ബട്ട്ലർ 154.5. അവിടെ അഭിഷേകിന് ഒരു ചെറിയ മുൻതൂക്കമുണ്ട്. മാത്രമല്ല ജോസ് ബട്ട്ലർ ഈ ടൂർണമെൻറ്റിൽ വമ്പൻ പരാജയമാണ് ഇതുവരെ. ഇനി മുംബൈയിൽ അദ്ദേഹം ഫോം വീണ്ടെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയുന്നത്. അഭിഷേകാണെങ്കിൽ 3 ഡക്കുകളൊക്കെ ആയി, ശരിയാണ്. കഴിഞ്ഞ കളിയിൽ 10 ഉള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട്. സോ അദ്ദേഹവും മികവിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഏതാണ്ട് സമാന രൂപത്തിൽ പോകുന്ന 2 പേര് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പിന്നാലെ വരുന്നത് ജേക്കബ് ബെത്തലാണ്, മറുഭാഗത്ത് ഇംഗ്ലണ്ടിൻ്റെ നമ്പർ 3 വരുന്നത്. സോ ബെത്തൽ ഇപ്പം ഹാരി ബ്രൂക്ക് ചില കളിയിൽ നമ്പർ 3 വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. പാകിസ്ഥാനെതിരെയൊക്കെ നമ്പർ 3 അദ്ദേഹം വന്നിട്ടാണ് ജയിപ്പിച്ചത്. അങ്ങനെയല്ല, നമ്മൾ നോർമലി വരുന്ന കാര്യമാണ് പറയുന്നത്. ജേക്കബ് ബെത്തലിൻ്റെ കാര്യത്തിൽ 141.9 സ്ട്രൈക്ക് റേറ്റ്. ബെത്തൽ മഹാപ്രതിഭയാണെന്നൊക്കെ പറയുമ്പോഴും അത്ര വലിയൊരു എക്സ്പ്ലോസീവ്നെസ് ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇഷാൻ കിഷനോ 205.1 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. പിന്നാലെ രണ്ട് ടീമിൻ്റെയും നായകന്മാരെ നോക്കാം. സൂര്യകുമാർ യാദവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 151.9. മറുഭാഗത്ത് ഹാരി ബ്രൂക്ക് ഒരു കിടൽ ഇന്നിങ്സൊക്കെ കളിച്ചു, സെഞ്ചുറിയൊക്കെ നേടി പാകിസ്ഥാനെ തകർക്കുന്നത് നമ്മൾ കണ്ടു. 164.9 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അതിനുശേഷം നമുക്ക് രണ്ട് ടീമിൻ്റെയും ഓൾറൗണ്ടർമാരൊന്ന് നോക്കുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ, നമ്മുടെ വിശ്വസ്തനായ ഓൾറൗണ്ടർ, 155.1 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മറുഭാഗത്ത് സാം കറൻ 135.3. സോ അവിടെ അഡ്വാൻറ്റേജസ് തീർച്ചയായിട്ടും പാണ്ഡ്യക്ക് തന്നെയാണ്. പിന്നെ വിൽ ജാക്സും ശിവൻ ദ്യൂബയും. വിൽ ജാക്സ് 149.3. വാങ്കഡെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നൊരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ശിവൻ ദ്യൂബയ്ക്ക് 168.7 അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അപ്പം ഇതാണ് രണ്ട് ടീമിൻ്റെയും ബാറ്റർമാർ എന്ന് പറഞ്ഞാൽ രണ്ട് ടീമിലും തീ പറപ്പിക്കാൻ കെൽപ്പുള്ള ബാറ്റിംഗ് കപ്പാസിറ്റിയുള്ള കളിക്കാരാണുള്ളത്. വെടിക്കെട്ടിന് തിരികൊളുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വമ്പൻ സ്കോർ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിനെ നമുക്ക് തകർത്തെറിയാമെന്ന് തന്നെ വേണം കരുതാൻ. ഇംഗ്ലണ്ടിൻ്റെ ബൗളിങ്ങിനെ മറികടക്കാനുള്ള കിടിലൻ ബൗളിംഗ് നമ്മുടെ നിരയിലുണ്ട്. അത് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ബാറ്റിങ്ങിൻ്റെ പവർ ഹൗസ് ഇംഗ്ലണ്ടിനെ മറികടക്കുമെന്നും കരുതാം. കളി നമ്മൾ ജയിക്കും, അല്ലാതെ ഇവിടെ പോകാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.